ചിന്നീർക്കര ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ചാക്കോമ്പുരിപ്പിൽ വരുന്ന കൃഷിയിടം ഭവന നിർമ്മാണ പദ്ധതിക്ക് സംഭാവന നൽകാനാണ് ഷിബു ആഗ്രഹിക്കുന്നത്. തട്ടുകളായിട്ടുള്ള ഭൂമിയാണ്. 15 വർഷം മുൻപ് 32 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ സ്ഥലം സൗജന്യമായി കൈമാറും. ഞാൻ ഉദ്ദേശിച്ചത് ഈ വയനാട്ടിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും നഷ്ടപ്പെട്ടു പോയ കുറേ കുഞ്ഞുങ്ങളുണ്ട് അവിടെ. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ ഒരു 10-15 കുടുംബങ്ങളെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് നടന്നു പോകും. എല്ലാം ഒരു ദുരന്തത്തിൽ നിന്ന് തന്നെ വരുന്നവരാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ നടത്തണം എന്നുള്ളൊരു ആത്മാർത്ഥ്യം അവർക്കുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പുനരധിവാസം എന്നത് സർക്കാർ തലത്തിന് അപ്പുറമുള്ള സഹായം കൂടി ലഭിച്ചാൽ വേഗത്തിൽ സാധ്യമാകുമെന്നാണ് ഇദ്ദേഹം കണക്കാക്കുന്നത്. ജനവാസ മേഖലയാണ്. റോഡ്, വൈദ്യുതി ബന്ധമുണ്ട്. ചിന്നീർക്കര ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കുടിവെള്ള പദ്ധതിക്കായി ടാങ്ക് നിർമ്മിക്കുന്നതും സമീപ പ്രദേശത്താണ്. 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ബാങ്ക്, ചന്ത എന്നിവയുണ്ട്. ചീക്കനാലിൽ പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രവും. തനിക്കും കാലശേഷം മക്കൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്ന തരത്തിൽ ട്രസ്റ്റ് രൂപീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനോടാണ് താല്പര്യം ഏറെ. സർക്കാർ സംവിധാനങ്ങളെ ഏൽപ്പിക്കാൻ താല്പര്യമില്ല. നമുക്ക് താല്പര്യം ഏതെങ്കിലും നല്ല സന്നദ്ധ സംഘടനകൾ സഭാ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ഒരു ജെന്യൂനായിട്ടുള്ള ആളുകളായിരിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. കാരണം നാളെ നമ്മൾ ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. സമൂഹ മാധ്യമത്തിലൂടെ താല്പര്യം പങ്കുവച്ചതിന് പിന്നാലെ ചില സാമുദായിക സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും സമീപിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും അഭികാമ്യമെന്ന് തോന്നുന്ന സംഘടനയ്ക്കാകും ഭൂമി കൈമാറുക. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ നമ്മുടെ കൂടെയുണ്ട്. അഭിലാൽ, ഇവരെയൊക്കെ കാണുമ്പോൾ ആ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന മനുഷ്യരെയാണ് ഓർത്തു പോകുന്നത്. എല്ലാം തകർന്നു പോയി, എല്ലാം അവസാനിച്ചു എന്ന് മനസ്സിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് മുന്നിലേക്ക് വലിയൊരു ആശ്വാസവും പ്രതീക്ഷയൊക്കെ നൽകുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരാണ്. അവിടെയുള്ളവർ ആരാണോ എന്താണെന്നോ ഒന്നും ഇവർക്ക് അറിയില്ലായിരിക്കും. പക്ഷെ അവരെ സഹായിക്കാൻ മുന്നിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിലേക്ക് വീണ്ടും ഞങ്ങൾക്ക് മുന്നേറാം എന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ് അവർക്ക് നൽകുന്നത്. വയനാട്ടിലെ മഹാദുരന്തത്തിൻ്റെ തീവ്രത മലയാളികൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായിട്ട് തന്നെ ദുരന്തമുഖത്ത് മലയാളി സമീപകാലത്ത് ആദ്യം സംഘടിച്ച് കൈകോർത്ത് പ്രവർത്തിച്ചത് 2018 മഹാപ്രളയകാലത്താണ്. അത്രത്തോളം വരില്ല എങ്കിൽ പോലും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വലിയ തോതിലുള്ള സഹായ പ്രവാഹം വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എമ്പാടുമുള്ള മലയാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലയിൽ നിന്നുള്ള സഹായങ്ങൾ വരുന്ന ഘട്ടത്തിലാണ് ഷിബു താൻ വാങ്ങിയ ഭൂമിയിൽ 1 ഏക്കർ സ്ഥലം പുനരധിവാസ പദ്ധതിക്കായി നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. സർക്കാരിനെ ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അതിന് കാരണമായി പറയുന്നത് ഒരുപക്ഷെ സർക്കാർ ഏറ്റെടുത്ത് പദ്ധതി നീണ്ടുപോവുകയാണെങ്കിൽ അതൊരുപക്ഷെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് യഥാസമയം സഹായം ലഭ്യമാകുന്നതിനൊരു തടസ്സമായി വന്നേക്കാം. എത്രയും വേഗം അവരുടെ പുനരധിവാസം സാധ്യമാകണം എന്നുള്ളതിനാൽ തന്നെ മതസംഘടനകളോ സന്നദ്ധ സംഘടനകളോ അതിന് തയ്യാറായി വരുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. ഒപ്പം തന്നെ ലക്ഷ്യത്തിൽ നിന്ന് ഒരു ഘട്ടത്തിലും അത് മാറിപ്പോകാൻ പാടില്ല എന്നതിനാൽ തന്നെ താൻ ജീവനോടെ ഇരിക്കുന്ന വേളയിൽ തനിക്കും ശേഷം കുടുംബാംഗങ്ങളായ മറ്റാർക്കെങ്കിലും ഒക്കെ തന്നെ ആ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നുവെങ്കിൽ അതിൽ പങ്കാളിത്തം ഉണ്ടാകണം. അത് ഏത് ലക്ഷ്യത്തിന് വേണ്ടി താൻ ഭൂമി കൊടുക്കുന്നോ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള തൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം കൂടിയാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. 15 വർഷങ്ങൾക്ക് മുൻപ് ഏറെക്കുറെ 32 ലക്ഷം രൂപ ചെലവിട്ട് വാങ്ങിയ ഭൂമിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അത് റോഡ് മാർഗമുള്ള കണക്ഷനുണ്ട്, വൈദ്യുതി കണക്ഷൻ ഉണ്ട്, കുടിവെള്ളത്തിനായി ഒരു പദ്ധതി തന്നെ ആ മേഖലയിൽ വൈകാതെ വന്നു ഭവിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുക്കുമ്പോൾ നല്ലൊരു പദ്ധതിയാണ്. പക്ഷേ സർക്കാർ മറ്റ് ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഇത് ഭാവിയിൽ പ്രയോജനപ്പെടുക എന്നുള്ളത്? തീർച്ചയായും അഭിലാൽ, എന്തായാലും ഇങ്ങനെയുള്ള മനുഷ്യർ മുന്നിലേക്ക് വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ പലരും തോന്നുമായിരിക്കും അത്രത്തോളം വലിയ കാര്യങ്ങളൊക്കെയല്ലേ ചെയ്തത്, ഇത്രയൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങളുടെ കയ്യിൽ വെറും 10 രൂപയോ 100 രൂപയോ ആണെങ്കിൽ പോലും അതാ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ട് എങ്കിൽ നൽകുക. അത് മാത്രമാണ് പറയാനുള്ളത്. കാരണം നമ്മളുടെ എല്ലാം സഹായം അത്രയും മനുഷ്യർക്ക് വേണം, എങ്കിലേ മുന്നിലേക്ക് പോകാനാകൂ. അതിന് നമ്മളാണ് കൂടെ ഉണ്ടാകേണ്ടത് എന്ന് എപ്പോഴും മനസ്സിലുണ്ടാകണം.